എന്നിലലിയാൻ. രചന സംഭാഷണം രുദ്രപ്രിയ. തേജു പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പാണ്. രണ്ടിടത്തുമായി 30 ദിവസം. എല്ലാ പേരും ആവശ്യമായ രേഖകൾ കൈവശം വയ്ക്കാൻ മറക്കരുത്. ഓഫീസ് ഡോക്യുമെൻറ്റ്സ്, ലാപ്ടോപ്പ്, ID കാർഡ്, മൊബൈൽ പവർ ബാങ്ക്, എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവർ ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതണം. വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എല്ലാവരും എടുത്തു നോക്കി. തേജു ലാപ്പ് ഓഫാക്കി മടക്കി ഭദ്രമായി വെച്ചു. വീർപ്പിച്ച മുഖവുമായി കിടന്നുറങ്ങുന്ന കമലയെ നോക്കി. അവൻ ബെഡിലിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ വേണ്ടെന്ന് എതിർപ്പ് പറഞ്ഞതാണ്. അപ്പോഴാണ് അച്ചമ്മ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നത്. ഫോട്ടോയിൽ കമലയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആദ്യം ഞെട്ടലായിരുന്നു. പിന്നീടാണ് അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബ്രോക്കറിൽ നിന്നും അച്ചമ്മ മനസ്സിലാക്കിയത്. ചെറിയ പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവളെ ചെറിയച്ഛനും ചെറിയമ്മയുമാണ് വളർത്തിയതെന്ന്. അതും കൂടി കേട്ടപ്പോൾ അവളോട് ഒരിഷ്ടം തോന്നി. അതുകൊണ്ടാണ് അന്ന് അവർ നിർബന്ധിച്ചപ്പോൾ പെണ്ണ് കാണാൻ പോയത്. കാറിൽ ചെന്നിറങ്ങി വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കേട്ടു മുകളിലത്തെ നിലയിൽ നിന്നും അവളുടെ ആരവം. ഇപ്പോൾ കല്യാണം വേണ്ടെന്നും ഏത് കോന്തനാണ് അവളെ കെട്ടാൻ വരുന്നത്, അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് എന്നെ കാണുന്നത്. കണ്ടു മറന്ന ഭാവം പോലും ഇല്ലാതെയുള്ള അവളുടെ ആ പ്രവൃത്തി കൂടിയായപ്പോൾ ഇനി എന്തായാലും അവളെ കെട്ടിയിട്ടേ അടങ്ങൂ എന്ന വാശിയായി. ശരിക്കും പറഞ്ഞാൽ കെട്ടിക്കൊണ്ടുവന്ന് ഇവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും തല്ലും പിടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കാന്താരിയോടുള്ള ഇഷ്ടം കൂടി വരികയാണ് ചെയ്യുന്നത്. അത് വല്ലതും ഈ ഉണ്ടക്കണ്ണി മനസ്സിലാക്കുന്നുണ്ടോ? അഹങ്കാരിയാണ്, അഹങ്കാരി. നിന്റെ ഏർപ്പെടുത്തൽ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതേയുള്ളൂ. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് നീ അറിയാൻ പോകുന്നത് ഈ തേജസ് വർമ്മ ആരാണെന്ന്. അതും പറഞ്ഞ് അവളെ നന്നായി പുതപ്പിച്ച് തേജു തിരിഞ്ഞു കിടന്നു. ട്രിപ്പ് പോകുവാനുള്ള ആൾക്കാരെല്ലാം രാവിലെ തന്നെ ക്യാബിനിൽ ഒത്തുകൂടി. നാളെ വെളുപ്പിന് 5 മണിക്കാണ് ഫ്ലൈറ്റ്. എല്ലാവരും 2 മണിയാകുമ്പോൾ തിരികെ എയർപോർട്ടിലെത്തണം. ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അതിൽ പിക്ക് ചെയ്യാം. നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കും. എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും ടിക്കറ്റുമൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. എന്നാൽ നാളെ കാണാം. എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം ലീവ് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി ഒരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ മാധവേട്ടൻ മാത്രം അല്പനേരം അവിടെ നിന്നു. എന്താ മാധവേട്ട, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? തേജു മുഖമുയർത്തി മാധവനെ നോക്കി. എന്നെ ഈ ബിസിനസ് ട്രിപ്പിൽ നിന്നും ഒഴിവാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. മുഖം കുനിഞ്ഞു നിന്ന് മാധവേട്ടൻ പറയുമ്പോൾ തേജു സംശയത്തോടു കൂടി അയാളെ നോക്കി. എന്താ മാധവേട്ട പെട്ടെന്നിങ്ങനെ? പഴയതുപോലെ ഒന്നിനും ശരീരം വഴങ്ങുന്നില്ല. ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്നെ നോക്കാനേ നേരം കാണും. അങ്ങനെയൊന്നുമില്ല. ചെക്കപ്പെല്ലാം ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ബാക്കിയൊക്കെ മാധവേട്ടൻ്റെ മനസ്സിൻ്റെ സംശയങ്ങളാണ്. മാധവേട്ടൻ പറഞ്ഞ പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വരാതിരുന്നാൽ എങ്ങനെയാ? അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിച്ച് തല പോയിക്കാതെ മാധവേട്ടൻ സന്തോഷമായി വരാൻ നോക്ക്. കമലയും കാര്യമായി പാക്കിങ്ങിലാണ്. 1 മാസത്തെ ടൂർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിലേക്ക് വന്നു. അത്യാവശ്യം കുറച്ച് ജീനും ടോപ്പും പലാസയും കുർത്തയും ഒക്കെ എടുക്കാൻ, പിന്നെ ലാസ്റ്റ് ഡേ ഫംഗ്ഷന് വേണ്ടി ഉടുക്കാൻ ഭംഗിയുള്ളൊരു സാരിയും വീട്ടിൽ നിന്ന് എടുക്കണം. മാലതിയുടെ ഒപ്പമാണ് കമല വീട്ടിലെത്തിയത്. വാസുദേവനും ശോഭനയും സംസാരത്തിലാണ്. അല്ല മാലതി, മക്കൾ തമ്മിൽ ഇപ്പോഴെങ്ങനെയാ അറിയാനുള്ള ആകാംക്ഷയോടെ ശോഭന ചോദിച്ചു. 2 പേരും ഇപ്പോഴും 2 വള്ളത്തിൽ തന്നെയാണ്. ഈ ട്രിപ്പ് 2 പേരെയും തമ്മിൽ ഒന്നിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പഴയതുപോലെ മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പും സ്വഭാവത്തിനൊന്നും മാറ്റമില്ല. എന്നാലും ആദ്യമുണ്ടായിരുന്ന വെറുപ്പ് ഇപ്പോൾ 2 പേരിലുമില്ല. എനിക്ക് ഉറപ്പുണ്ട് ശോഭനെ, അവർ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കും. ഇപ്പോൾ തന്നെ മോളുടെ നിർബന്ധത്തിലാണ് ഈ ടൂറ്. അവളും കൂടി പോകുന്നത്. ഇതെന്തുകൊണ്ടും നല്ലതിനാണ്. ശോഭന നോക്കിക്കോ. വാ, നമുക്ക് മുകളിൽ പോയി നോക്കാം എന്തായി മോളുടെ പാക്കിംഗ് എന്ന്. മാലതിയും ശോഭനയും കൂടെ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി. മാലതി, അവരൊരു മുറിയിലാണോ? മടിച്ചാണ് ശോഭന ചോദിച്ചത്. അവരൊരു മുറിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റിലേഷൻ അവർക്കില്ല. അതിന് കുറച്ച് സമയം അവർക്ക് ആവശ്യമാണ്. 2 പേര് സംസാരിച്ച് മുകളിലെത്തുമ്പോൾ കമല തകൃതിയായി പാക്കിങ്ങിലാണ്. കഴിഞ്ഞില്ലേ മോളെ ഇതുവരെ? കഴിഞ്ഞമ്മേ, എല്ലാം എടുത്തു. എന്നാൽ ഇനി എന്തെങ്കിലും കഴിക്കാം. ശോഭന പറയുമ്പോൾ അതാണ്, തേജു വരും മുമ്പ് നമുക്കിറങ്ങാം. അച്ചമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ? ചോറും പയറുപ്പേരി, ഉള്ളിത്തീയലും പപ്പടവും ചേർത്തൊരൂണ്.
നിങ്ങളിന്ന് വരുമെന്നറിഞ്ഞില്ല. എങ്കിൽ മീൻ വാങ്ങാമായിരുന്നു. ഇതിപ്പോൾ കറികളൊന്നും ശരിയായില്ല. അതൊന്നുമില്ല ശോഭനെ. ഉള്ളിത്തീയൽ എനിക്കിഷ്ടമാണ്, മാലതി പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും വാസുദേവൻ ടെറസിൽ നിന്നും പറമ്പിൽ നിന്നുമൊക്കെ കുറേ പച്ചക്കറിയുമായി വന്നു. അതെല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ചു. ശോഭന കൊണ്ടുവന്ന ബിഗ് ഷോപ്പറിലെല്ലാം എടുത്തു വെച്ച് കാറിൻ്റെ ഡിക്കിയിൽ കയറ്റി. പിന്നാലെ വലിയ 2 ട്രോളി ബാഗുമായി കമലയും. ഇതും കൂടി അച്ഛാ? കുറേ ഉണ്ടല്ലോ മോളെ ഇത്. ഈ ഇടക്കാലത്തൊന്നും നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഉള്ളതെല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്ന കൊണ്ട് ചോദിച്ചതാ. അച്ഛാ, എനിക്ക് 1 മാസത്തേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വേണ്ടേ? ആയിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. മാലതിയും കമലയും 2 പേരോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. കാറ് റോഡിലേക്ക് ഇറങ്ങുന്നത് വരെ ശോഭനയും വാസുദേവനും നോക്കി നിന്നു. തങ്ങളുടെ മകൾ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന സമാധാനം 2 പേരുടെയും മുഖത്തുണ്ടായിരുന്നു. തേജു രാവിലെ ചില അത്യാവശ്യ പേപ്പേഴ്സ് ശരിയാക്കാൻ പോയി വരുമ്പോൾ ലേറ്റായി. എന്താടാ, രാവിലെ ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്? മാലതിയുടെ ചോദ്യം കേട്ട് വർമ്മയും അവിടേക്ക് വന്നു. നാളത്തെ യാത്രയ്ക്കുള്ള കുറച്ച് പേപ്പേഴ്സ് ശരിയാക്കാനുണ്ടായിരുന്നമ്മേ. ഇവിടെ ഒരു പെൺകൊച്ചു നിന്നെ കാത്തിരിക്കുന്ന കാര്യം നീ മറന്നു പോകുന്നു തേജു, അച്ഛനും ഗൗരവം വിടാതെ പറഞ്ഞു. അവൾ പാക്കിങ് കഴിഞ്ഞ് ഇത്രയും നേരം നിന്നെയും കാത്തിരുന്നു. ഇപ്പോഴാണ് മുകളിലേക്ക് പോയത്. ഞാൻ മുത്തശ്ശിയെ കാണട്ടെ. തേജു അതും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ കിടക്കുന്ന റൂമിലേക്ക് പോയി. അച്ഛമ്മ ഉറങ്ങിയില്ലായിരുന്നോ? കാല് നീട്ടിയിരുന്ന് മൊബൈൽ നോക്കുന്ന അച്ഛമ്മയോട് തേജു ചോദിച്ചു. ഇല്ല തേജ, നിന്നെ കാണാതെ ഉറങ്ങാൻ പറ്റുമോ അച്ഛമ്മയ്ക്ക്? എന്താണ്, എൻ്റെ ശ്രീമതി എന്നെയും കാത്ത വഴിക്കണ്ണുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ആണോ അച്ഛമ്മേ? അച്ഛമ്മ അതിനൊരു പുഞ്ചിരിയാണ് മറുപടി നൽകിയത്. ഇത്രയും നേരം എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. നാളത്തെ ബിസിനസ് ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ചു. വല്ലാതെ എക്സൈറ്റഡ് ആണ് അവൾ. സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ യാത്രയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തേജ, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയല്ലേ ആരോടും മിണ്ടണമെന്ന്. അതൊക്കെ ശരിയാവും അച്ഛമ്മേ. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ യാത്രയിൽ എല്ലാം കലങ്ങി തെളിയുമെന്ന്. അച്ഛമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരുപാട് വൈകി, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെളുപ്പിന് കഴിക്കാനുള്ളതാണ്. ഓക്കെ അച്ഛമ്മേ, ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് 1 മാസം കഴിഞ്ഞ് കാണാം. 1 മാസം കഴിഞ്ഞ് നീ നിൻ്റെ പെണ്ണുമായി തിരികെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ അറിയാം അച്ഛമ്മേ. ചിരിയോടെ തലയാട്ടിക്കൊണ്ട് തേജു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മുറിയിൽ ചെല്ലുമ്പോൾ തേജുവിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ് കമല. ഇടുപ്പിൽ കൈകുത്തി നിന്ന് എന്തോ വലിയ ആലോചനയിലാണ്. ഇവളത് എന്താലോചിച്ചാണ് നിൽക്കുന്നത്? തേജസ് അകത്തേക്ക് കയറിയതൊന്നും അവൾ അറിഞ്ഞില്ല. എന്തൊക്കെ എടുക്കണം വേണ്ടെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. എന്തായാലും എൻ്റെ മനസ്സിൽ പിടിച്ചതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വാതിൽ ചാരി നിൽക്കുന്ന തേജസിനെ കാണുന്നത്. എന്താണ് മാഡം, ആകെ പിരിപോയ മട്ടാണല്ലോ. ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുമായിരുന്നു. എന്നിട്ടെല്ലാം ഓക്കെ ആയോ? തേജു അടുക്കി വെച്ചിരിക്കുന്ന സുട്ട് കേസിനടുത്തേക്ക് വന്ന് നോക്കി. എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. കൊള്ളാം, മിടുക്കിയാണ്. കാര്യങ്ങളൊക്കെ അറിയാം. അവൻ്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി തൃപ്തിയായെന്ന്. കമല ബെഡിൽ കയറി കിടന്ന് മുകളിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ബാഗ് എടുക്കാൻ നോക്കി. എന്നാൽ കയ്യെത്തുന്ന ദൂരത്ത് ബാഗില്ലായിരുന്നു. എത്തിയും വലിഞ്ഞു നോക്കിയപ്പോൾ ബാലൻസ് പോയി മറഞ്ഞു. വാച്ച് അടിച്ചു വെച്ച് ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് എന്തോ കനത്തിൽ വന്ന് പുറത്തേക്ക് വീണത്. ഒന്നും നോക്കുവാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് 2ഉം കൂടി നിലത്തേക്ക് ഉരുണ്ടു വീണു. വീഴ്ചയിൽ കമല തേജിൻ്റെ നെഞ്ചത്ത് തന്നെ കൃത്യമായി പതിച്ചു. അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ കമലയുടെ ചുണ്ട് പതിഞ്ഞു. തേജിൻ്റെ ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. തൻ്റെ നെഞ്ചോളം മാത്രം പൊക്കമുള്ള പെണ്ണിനെ കിടപ്പ് നോക്കി കിടന്നു. എലി മാളത്തിൽ നിന്നും മുഖം വെളിയിലേക്കിട്ട് നോക്കാൻ ശ്രമിക്കുന്ന പോലെ തല ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. രോമാവൃതമായ മാറും അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ കയറുപിരി മാലയും. അവൻ്റെ മാറിൽ അവൾ മുഖം വിട്ട് ഉരസി. ഇവളത് എന്താ കാണിക്കുന്നത്? തേജ് തലയുയർത്തി നോക്കി. ഡി, നീ എന്താ ഈ ചുരണ്ടി നോക്കുന്നത്? ഒന്നുമില്ല, എഴുന്നേറ്റ് മാറടി. മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു. ഈ കിടപ്പ് ഇനിയും കുറച്ചു നേരം കൂടി കിടന്നാൽ ശരിയാവില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തേജുവിന് മനസ്സിലായി. കമല നിലത്തൂന്നി എണീക്കാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എണീക്കാൻ പറ്റുന്നില്ല. നിഷ്കളങ്കത നിറഞ്ഞ ഭാവത്തിൽ കമല പറഞ്ഞു. എന്നാൽ ഞാൻ എഴുന്നേൽപ്പിക്കാം. തേജു കമലയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു. ഇപ്പോൾ കമലയുടെ പുറത്തായി തേജു.
കമലയും തേജുവും മുഖത്തോട് നോക്കി. അവളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവനിൽ പ്രണയം നിറഞ്ഞു. അറിയാതെ തേജുവിൻ്റെ മുഖം താണുവന്ന് കമലയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത കൂടി. ക്രമാതീതമായി ഇടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ പാടുപെട്ടു. തേജുവിൻ്റെ ചുണ്ട് കമലയുടെ വിടർന്ന ചുണ്ടിൽ പതിച്ചു. ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം മറന്നുപോയി. കമലയുടെ ഇരു കൈകളും തേജുവിൽ ചുറ്റിപ്പിടിച്ചു. തേജുവിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ചുംബനപ്പൂക്കൾ തീർക്കാൻ തുടങ്ങിയതും മൊബൈൽ റിങ് ചെയ്തു. പക്ഷേ തേജു അത് ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടുകളിലെ തേൻ നുകർന്നു. ചുണ്ടിൽ നിന്നും ഊർന്നു മാറി മുഖം അവളുടെ ഇടുക്കിലേക്ക് ചേർന്നതും കമലയൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു. തേജു നാവുകൊണ്ട് കഴുത്തിടുക്ക് ചപ്പിവിട്ടു. തേജുവിൻ്റെ കൈ പതിയെ ഊർന്നിറങ്ങി കമലയുടെ വയറിൽ തഴുകി. കൈയുടെ ചലനവേഗം കൂടിയതും കമല അവനെ തള്ളി മാറ്റി. തേജു ഉരുണ്ട് നിലത്തേക്ക് വീണു. കമല നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ച് ശ്വാസം നേരെയാക്കി. തേജു ഒരു കൈ കുത്തി കിടന്ന് കമലയെ നോക്കി. എന്തൊക്കെയായിരുന്നു കമല ചേട്ടത്തിയുടെ ഡിമാൻഡ്? എന്നിട്ടിപ്പോൾ എന്തായി? ഒന്ന് വീണപ്പോൾ തീർന്നു വീരശൂര പരാക്രമം. ചുണ്ട് പ്രത്യേക രീതിയിൽ കടിച്ചുവിട്ട് തേജു നിരങ്ങി അവൾക്കടുത്തേക്ക് വന്നു. തീർന്നു നിന്റെ പരാക്രമം? പോടാ, അങ്ങനെ തീരുന്നതല്ല കമലയുടെ. തേജുവിൻ്റെ കണ്ണുകളിലെ പ്രണയത്തെ നേരിടാനാവാതെ കമല മുഖം തിരിച്ചു. ഇങ്ങനെ മുഖം തിരിക്കല്ലേ കമല കൊച്ചേ. എന്നെ അറിയാതെയല്ലല്ലോ, പിന്നെന്തിനാ ഈ അറിയാത്ത ഭാവവും തലക്കനവും? പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും മനസ്സിലായതാണ്. എന്നിട്ടും അതറിയാതെയുള്ള ഈ പെരുമാറ്റം, അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്കിപ്പോൾ വിവാഹം വേണ്ടായിരുന്നു. ആ തീരുമാനം പരിഗണിക്കാതെ അച്ഛനും അമ്മയും കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ പെണ്ണ് കാണാൻ വരുന്നത് നിങ്ങളായിരുന്നു എന്നറിഞ്ഞപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയായി. ഓക്കെ, വിവാഹം കഴിഞ്ഞതിൽ പിന്നെ നീ എന്നോട് പരിചയം കാണിച്ചില്ലല്ലോ. ഇല്ലല്ലോ അഹങ്കാരി. അത് പിന്നെ നിങ്ങൾ എന്നോട് പരിചയഭാവം കാണിക്കായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങളത് ചെയ്തോ? ഇല്ലല്ലോ. എടി അഹങ്കാരി, നിന്നെ ഞാൻ. തേജു അവളെ വലിച്ച് നെഞ്ചത്തേക്ക് ചേർത്തു. എനിക്ക് നിന്നെ ഇഷ്ടമാണെടി പോത്തേ. അവൾ അയാളുടെ കൈകൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. വിടടോ ഡോ, താൻ ആള് കൊള്ളാമല്ലോ. ഒന്ന് സംസാരിച്ചപ്പോൾ കയറി പിടിക്കുന്നു. വിടടോ എന്നെ. ഓഹോ, ഇപ്പോൾ അങ്ങനെയായോ? എന്തൊരു അഹങ്കാരമാണ് പെണ്ണേ നിനക്ക്. തേജു അവളെ വിട്ടകന്ന് മാറിക്കിടന്നു. ഇതിനെയൊക്കെ സ്നേഹിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. കമലയ്ക്ക് പെട്ടെന്ന് അത് കേട്ട് സങ്കടമായി. അത്രയും പറയണ്ടായിരുന്നു, വെറുതെ ഒന്ന് മൂപ്പിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ സീരിയസ് ആയി. അവൾ പിന്തിരിഞ്ഞു കിടന്നു. രണ്ടുപേർക്കും പരസ്പരം തോൽക്കാൻ മടിയായതുപോലെ. കിടക്കാൻ വൈകിയ കാരണം അലാറം അടിച്ചപ്പോൾ എഴുന്നേൽക്കാൻ തോന്നിയില്ല. പക്ഷേ യാത്രയെക്കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോൾ ചാടി എഴുന്നേറ്റു. അടുത്ത് ചുരുണ്ട് കിടക്കുന്ന പെണ്ണിനെ നോക്കി കുലുക്കി വിളിച്ചു. കമല, എടോ എഴുന്നേൽക്ക്, ഇപ്പോൾ തന്നെ നേരം വൈകി. നമുക്ക് എയർപോർട്ടിലെത്തണ്ടേ എന്ന് കേൾക്കേണ്ട താമസം പെണ്ണ് ചാടി എഴുന്നേറ്റു. വിളിച്ചെഴുന്നേൽപ്പിച്ച തേജുവിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ എന്തോ തിരയുന്നത് കണ്ടു. തേജു അടുത്തേക്ക് വന്നു. എടോ, താൻ എന്താ ഈ തിരഞ്ഞു നടക്കുന്നത്? കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും നോക്കാം. കമല തേജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം വിടർന്നു. തേജിൻ്റെ തോളിൽ കിടന്ന ടവൽ വലിച്ചെടുത്തുകൊണ്ട് അവൾ ബാത്റൂമിനുള്ളിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ഡി കുരുപ്പേ, അതെൻ്റെ ടവലാണ്. സാരമില്ല, ഞാൻ സഹിച്ചു. ഇവളുടെ കാര്യം. തേജു ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തു. എല്ലാം നോക്കി വെച്ചു. അപ്പോഴേക്കും കുളിമുറിയിൽ നിന്നും കമല ഫ്രഷായി ഇറങ്ങി. അവളെ കൂർപ്പിച്ച് നോക്കി. തേജുവിന് നേരെ ഇളിച്ചു കാണിച്ച് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. തേജു കമല ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഫ്രഷ് ആവാൻ കയറി. കമല അവളുടെ സാധനങ്ങളെല്ലാം വലിച്ച് തേജുവിൻ്റെ ലഗേജസിൻ്റെ കൂടെ കൊണ്ടുവച്ചു. തേജു ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ലഗേജുകളുടെ അടുത്തിരുന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുന്ന കമലയാണ്. തേജു അവൾക്കടുത്തായിരുന്നു. എന്താണ് ഈ എണ്ണി പഠിക്കുന്നത്? ഞാൻ നമ്മുടെ ലഗേജുകളെല്ലാം കണക്കെടുക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ ബാഗേജസും കൂടി ആകുമ്പോൾ കണക്ക് തെറ്റാൻ പാടില്ലല്ലോ. ഞാൻ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്. അതെല്ലാം മറ്റൊരു ബാഗിലാക്കി വെച്ചേക്കുവാണ്. അതുകൂടി എടുക്കട്ടെ. എൻ്റെ കൊച്ചെ, എല്ലാം കൂടി ഇങ്ങനെ വലിച്ചു ചുമക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ആവശ്യത്തിന് വാങ്ങാമല്ലോ. അതുകൊണ്ട് ലഗേജ് എപ്പോഴും കുറച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കൃത്യം 3 മണിയായപ്പോൾ 2 പേര് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ഒരു ബ്ലൂ ജീനും വൈറ്റ് ക്രോപ്പ് ടോപ്പുമാണ് കമലയുടെ വേഷം. മുടി അഴിച്ച് വിടർത്തിയിട്ടിട്ടുണ്ട്. ഇടത് കൈയിൽ വാച്ചും. തേജു ബ്ലാക്ക് ജീനും വൈറ്റ് ടീഷർട്ടും. നിങ്ങൾ റെഡിയായല്ലേ മക്കളെ? ഇനിയിപ്പോൾ സമയം വൈകിക്കണ്ട. 2 പേരും സന്തോഷമായി പോയിട്ട് വാ. പോകുന്ന കാര്യമെല്ലാം നന്നായി നടക്കാൻ അച്ചമ്മ പ്രാർത്ഥിക്കാം.
മോളെ, നിന്നോടൊപ്പം ആദ്യമായാണ് പുറത്തേക്ക് വരുന്നത്. നീ അവളെ നന്നായി ശ്രദ്ധിക്കണേ തേജ. നമ്മുടെ നാടല്ല എന്നുള്ള ഓർമ്മ വേണം. ഞങ്ങൾക്കിടയിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കണം. പറഞ്ഞതെല്ലാം അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. രണ്ടുപേരും പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങിക്കോ. തേജുവും കമലയും പൂജാമുറിയിൽ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തിരികെ വന്ന് അച്ചമ്മയുടെ അനുഗ്രഹവും വാങ്ങി രണ്ടുപേരും പുറപ്പെട്ടു. എയർപോർട്ടിലെത്തുമ്പോൾ അവിടെ എല്ലാവരും കാത്തുനിൽപ്പുണ്ടായിരുന്നു. എയർപോർട്ടിൽ കാർ വന്ന് നിൽക്കുമ്പോൾ ആദ്യം തേജസ് പുറത്തേക്ക് ഇറങ്ങി. ലഗേജുകൾ എടുത്ത് താഴെ വെച്ചു. തേജുവിനെ കണ്ടപ്പോൾ ടീനയുടെ മുഖം വിടർന്നു. 1 മാസത്തെ യാത്രയാണ്. ഈ യാത്രക്കിടയിൽ സാറിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റണം. എന്തായാലും സാറിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം കൂടുതലും പേഴ്സണൽ സ്റ്റാഫായ എനിക്കാണ്. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ ഡോർ തുറന്നിറങ്ങി വരുന്ന കമലയെ കാണുന്നത്. ബിസിനസ് ട്രിപ്പ്. തേജസ് കൂടെ കമലയെ കൂട്ടുമെന്ന് ആരും കരുതിയില്ല. ശരണും മുകുന്ദനും ജോർജിനും ശ്രദ്ധയും അംബികയും ലീനയ്ക്കും മാധവനുമൊക്കെ വലിയ സന്തോഷമായി. എന്നാൽ ടീനയുടെ മുഖം മാത്രം ആ കാഴ്ച കൊണ്ട് വിളറി. രണ്ടുപേരും എയർപോർട്ടിലേക്ക് കയറുമ്പോൾ മാധവേട്ടൻ വേഗം നടന്ന് അടുത്തേക്ക് വന്നു. സാർ മോളുമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. എന്തായാലും സന്തോഷമായി രണ്ടുപേരും കൂടി ഒരുമിച്ച് വരാൻ തീരുമാനിച്ചത്. ബാക്കിയുള്ളവരും തേജുവിൻ്റെയും കമലയുടെയും ചുറ്റും കൂടി. അപ്പോൾ മാറി നിൽക്കുന്ന ടീനയിലായിരുന്നു കമലയുടെ ശ്രദ്ധ മുഴുവനും. ആ കുട്ടി മാത്രം എന്താ അവിടെ മാറി നിൽക്കുന്നത്? കമല തേജുവിൻ്റെ മുഖത്തേക്കാണ് നോക്കി ചോദ്യം ചോദിച്ചത്. അതെന്തോ സാധനം എടുക്കാൻ മറന്നു എന്നോ മറ്റോ പറയുന്ന കേട്ടു. അതുകൊണ്ടാണ് ടീന അവിടെ തന്നെ നിന്നത്. എല്ലാവരും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെക്കിങ് ചെയ്തു. കൃത്യം 4 മണിക്ക് തന്നെ ഫ്ലൈ ചെയ്തു. വിൻഡോ സീറ്റ് ആയിരുന്നു കമല. അടുത്ത് തന്നെ തേജുവും. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത മട്ടിൽ മുഖം തിരിച്ച് ടീനയും. നീ എന്താ ടീന ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? സാർ അദ്ദേഹത്തിൻ്റെ വൈഫുമായി വന്നതിന് നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ഞാൻ പറയാത്ത കാര്യം പറയുന്നത്? ഞാൻ പറഞ്ഞു സാറിൻ്റെ വൈഫ് കൂടെ വന്നതാണ് പ്രശ്നമെന്ന്. അത് നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? അത്രയും സമയം വളരെ സന്തോഷത്തോടു കൂടിയിരുന്ന നീ സാറിൻ്റെ വൈഫിനെ കണ്ടപ്പോൾ മുഖം തിരിക്കേണ്ട കാര്യമെന്താണ്? സാറിന് നാണമുണ്ടോ ഇങ്ങനെ ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ടീനെ? നമ്മൾ പോകുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ സാറിന് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൂടെ കൂട്ടണമെന്ന് തോന്നിയതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വറീഡാവണ്ട. നമ്മളെയൊക്കെ കമ്പനിയുടെ ചിലവിലാണ് ഇപ്പോൾ ഈ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ സാറിൻ്റെ വൈഫിനെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സാറാണ്. നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അത്രയും പറഞ്ഞ് ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ശ്രദ്ധ സീറ്റിലേക്ക് ചാരി കണ്ണും അടച്ചിരുന്നു. രാത്രിയിലെ ഉറക്കക്ഷീണം കാരണം കമല ഉറക്കമായി. തേജുവിൻ്റെ ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ചിരുന്ന് തോളിൽ തല ചേർത്ത് വെച്ചാണ് ഉറക്കം. ഇടയ്ക്ക് തേജു അവളെ ബ്ലാങ്കറ്റ് പുതപ്പിച്ചു. സഹയാത്രികർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും മറന്നില്ല. എന്തൊരാവേശമായിരുന്നു! ഫ്ലൈറ്റിൽ കയറി വീഡിയോ എടുക്കണം, വ്ലോഗ് ചെയ്യണം, എന്തൊക്കെയായിരുന്നു പറച്ചിൽ. എന്നിട്ടിപ്പോൾ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. ഇവൾ കുംഭകർണൻ്റെ സഹോദരിയാണോ? ഉറക്കഭ്രാന്തി. തേജു മൊബൈലെടുത്ത് കമലയെ ചേർത്ത് പിടിച്ച് 1-2 സെൽഫി എടുത്തു. ഇതെല്ലാം കാണുമ്പോൾ ടീനയ്ക്ക് അസ്വസ്ഥതയേറി വന്നു. അവൾ മുഖം തിരിച്ചു. ഇടയ്ക്ക് വെച്ച് തേജുവും ചെറുതായി മയങ്ങിപ്പോയി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴാണ് തേജു ഉണർന്നത്. പിന്നാലെ കമലയെ വിളിച്ചുണർത്തി. അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കയ്യിൽ മുഖമിട്ടുരസി കമല ചുരുണ്ടുകൂടി. തേജു അവളുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെയൊരു പെണ്ണ് ഉറക്കപ്പിച്ചിൽ കാട്ടിക്കൂട്ടുന്നതാണ്. ഉണർന്നിരിക്കുവാണെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ഉണ്ണിയാർച്ചയുടെ അംഗം. എങ്കിലും അവളിങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നത് സന്തോഷമാണ്. വല്ല ബസ്സിലോ മറ്റോ ആയിരുന്നേൽ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാമായിരുന്നു. ഇതിപ്പോൾ ഫ്ലൈറ്റിൽ നിന്നിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിന് കുളിർമയേകിയ നിമിഷത്തെ മനോഹരമായി മൊബൈലിൽ പകർത്തിയ തേജു. കമല ഡി അവളെ കുലുക്കി വിളിച്ചു. അമ്മേ, ഇത്തിരി നേരം കൂടി പ്ലീസ്. കക്ഷി ഈ ലോകത്തൊന്നുമല്ല, സ്വപ്ന ലോകത്താണെന്ന് മനസ്സിലായി. ഡി പെണ്ണെ, എണീക്ക്. ഇത് വീടല്ല. ഇതെന്ത് കഷ്ടമാണ്. എത്ര നേരമായി നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് കാത്തു നിൽക്കുന്നു. ഈ സാറെവിടെ? ടീന പെറുപിറുത്തു. ശ്രദ്ധയ്ക്ക് ടീനയുടെ സംസാരം ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അവൾ മാധവേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. തേജുവിൻ്റെ കയ്യിൽ തൂങ്ങി വരുന്ന കമലയെ കണ്ടപ്പോൾ മാധവേട്ടനും ശ്രദ്ധയും ചിരിച്ചു. സോറി ഗേറ്റ്സ്, അല്പം ലേറ്റായി. പോകാനുള്ള ബസ് പുറത്തെത്തി കാണും. തേജു കമലയും കൊണ്ട് പുറത്തേക്ക് വന്നു. എല്ലാവരും ബസ്സിൽ കയറുന്നത് നോക്കി. തേജുവിനെ പിക്ക് ചെയ്യാൻ കാറെത്തിയിരുന്നു. തേജു ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങി. താൻ പൊയ്ക്കോ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. കമലയെ സീറ്റിലിരുത്തി തേജു അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. ഹോട്ടലിന് മുന്നിൽ നിന്ന് ബസ് വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ലഗേജസ് എടുത്ത് വയ്ക്കുമ്പോൾ തേജുവിൻ്റെ കാറെത്തി. ഹോട്ടൽ ബോയ്മാരിൽ ഒരാൾ ഓടി വന്ന് തേജുവിനെ കാറിൽ നിന്നും കീ അയാളുടെ നേരെ നീട്ടി. കമല ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്ന് അവളെ വിളിച്ചിറക്കി. തേജുവിൻ്റെ കൂടെ നടക്കുമ്പോൾ കമല വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി.
ശരീരത്തിൻ്റെ ബലം കുറയുന്നതും അവൾ അറിഞ്ഞു. ആശ്രയത്തിനായി തേജുവിൻ്റെ ജാക്കറ്റിൽ അള്ളിപ്പിടിച്ചു. തേജു തിരിഞ്ഞു നോക്കുമ്പോൾ കമല നിന്ന് വിയർക്കുന്നു. അവൻ വേഗം അവൾക്കടുത്തേക്ക് വന്നു. കമല, എന്തു പറ്റി? തല ചുറ്റും. പറഞ്ഞു തീരും മുമ്പേ തന്നെ തേജിൻ്റെ നെഞ്ചിലേക്ക് വീണു. തേജി ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു തൂക്കിയെടുത്ത് തോളിലിട്ട് റൂമിലേക്ക് പോയി. ബാക്കിയുള്ളവർ റൂം കീ വാങ്ങി തേജുവിൻ്റെ പിന്നാലെ പോയി. തേജു റൂമിൽ കയറിയ ഉടനെ കമലയെ ബെഡിൽ കിടത്തി. കൂട്ടത്തിൽ ജോർജിൻ്റെ നോട്ടം കമലയുടെ കണങ്കാലിലേക്ക് നീണ്ടു. മെഡിക്കൻ ടോപ്പുമാണ് ഇപ്പോൾ അവളുടെ വേഷം. ടോപ്പിന് പുറത്തുകൂടി ബ്ലാങ്കറ്റ് ധരിച്ചിട്ടുണ്ട്. എന്തിനോ തിരിഞ്ഞു നോക്കിയ തേജുവിൻ്റെ കണ്ണിൽ ആ കാഴ്ച ഉടക്കി. ആർത്തിയോടെ കമലയെ നോക്കുന്ന ജോർജ്. തേജു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. AC ഓഫാക്കി. കമല നല്ലോണം വിറയ്ക്കുന്നുണ്ട്. സാർ, മൂക്ക് എന്താ പറ്റിയത്? മാധവേട്ടൻ തേജിൻ്റെ അടുത്തേക്ക് വന്നു. പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മാധവേട്ട. ഞാനൊന്ന് റിസപ്ഷനിൽ വിളിച്ചു ഡോക്ടർ അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. പറഞ്ഞു തീരും മുമ്പ് റിസപ്ഷനിൽ അറിയിച്ചു. ജോർജിൻ്റെ പെരുമാറ്റം അറിയാവുന്നത് കൊണ്ട് തന്നെ മാധവേട്ടൻ എല്ലാവരോടുമായി പുറത്തേക്ക് പോകാൻ പറഞ്ഞു. എല്ലാവരും റൂമിലേക്ക് പൊയ്ക്കോ, മോൾക്ക് ചെറിയ പനിയാണ്. അവരൊന്ന് റിലാക്സ് ആകട്ടെ, നിങ്ങൾക്കും ക്ഷീണം കാണും. എല്ലാവരും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. തേജുവിന് അത് വലിയ ആശ്വാസമായി. അവൻ കമലയുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കി. ചുട്ടുപൊള്ളുന്ന പനിയുണ്ട്. വേഗം ബാഗിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് പുറത്തേക്കെടുത്തു. തെർമോമീറ്റർ എടുത്ത് ടെമ്പറേച്ചർ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് കോട്ടനും എടുത്ത് നനച്ച് അവളുടെ നെറ്റിയിൽ വെച്ച് കൊടുത്തു. ശരീരത്തിൽ പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി ഉള്ളം കൈയും കാലും നന്നായി തിരുമ്മി. ഇട്ടിരുന്ന ഷർട്ടിൻ്റെ 2 ബട്ടൺസ് ഊരിയിട്ടു. വിയർത്തിരിക്കുന്ന കഴുത്ത് നന്നായി കോട്ടൺ ഉപയോഗിച്ച് തുടച്ചു. ഉള്ളം കൈയും കാലും ഒക്കെ തുടച്ചു. അല്പനേരം കഴിഞ്ഞ് റൂമിൻ്റെ വാതിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് തേജു എഴുന്നേറ്റ് ഡോർ തുറന്നു. റിസപ്ഷനിസ്റ്റും ഡോക്ടറും. ഡോക്ടർ റൂമിനുള്ളിലേക്ക് കയറി കമലയെ പരിശോധിച്ചു. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടായ ഫീവറാണ്. ഇഞ്ചക്ഷനും ആവശ്യമായ ടാബ്ലറ്റും കൊടുത്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറഞ്ഞില്ല എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനും പറഞ്ഞു. തേജുവിന് യാത്രാക്ഷീണം ഏറെ ഉണ്ടായിരുന്നു. അവൻ ഫ്രഷായി ഇറങ്ങി വന്നു. റൂമിന് പുറത്തിറങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഫ്രഷായി എത്തി. എങ്ങനെയുണ്ട് സാർ മാഡത്തിന്? ശ്രദ്ധ ചോദിച്ചു. ചെറിയ ഫീവറാണ്. ഡോക്ടർ വന്ന് നോക്കി ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്പോൾ ഉറക്കമാണ്. എല്ലാവരും കോൺഫറൻസ് ഹാളിലായിരുന്നു. മറ്റന്നാൾ മുതലാണ് നമുക്ക് പ്രോജക്റ്റ് തുടങ്ങുന്നത്. അതിനുവേണ്ടി ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ ആയിക്കൊള്ളണം. പിന്നെ എല്ലാവരും പോയി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കൂ. തേജു അതും പറഞ്ഞ് റൂമിൽ കയറിപ്പോയി. ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ തന്നെ വിവിധ ഇനം ഭക്ഷണം ഡൈനിങ്ങിൽ നിരത്തിയിരിക്കുന്നു. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമിലെത്തി. തേജു കമലയുടെ അടുത്തിരുന്നു. നെറ്റിയിലെ കോട്ടൺ മാറ്റിക്കൊടുത്തു. പനിക്കിപ്പോൾ കുറച്ച് ശമനമുണ്ട്. AC ഓണാക്കി വെച്ചു. അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു. ACയുടെ തണുപ്പിൽ കമല അവനിലേക്ക് ചേർന്നു. തേജുവിൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. അവളുടെ ചുടുനിശ്വാസം പതിച്ചതും തേജു അവളെ ചുറ്റിപ്പിടിച്ചു. തേജുവിൻ്റെ ചുണ്ടുകൾ കമലയുടെ നെറ്റിയിൽ ചേർന്നു. കുറുകലോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ബ്ലാങ്കറ്റ് വലിച്ചു മൂടി തേജു. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പനിയൊന്നു കുറഞ്ഞപ്പോൾ കമല ഉണർന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ മലർന്നു കിടന്നുറങ്ങുന്ന തേജു. അവൻ്റെ മാറിലാണ് തൻ്റെ സ്ഥാനം. അവനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ്. ഏന്ത് വലിഞ്ഞ് തേജുവിൻ്റെ കവിളി ചുണ്ടു ചേർത്തു. തേജു ഒന്നനങ്ങിയതും പതിയെ ഉണർത്താതെ എഴുന്നേറ്റിരുന്നു. പനി മാറിയതും വിശപ്പിൻ്റെ വിളി. ഡോ കുംഭകർണ, എനിക്ക് വിശക്കുന്നു. തേജുവിൻ്റെ ചെവിക്കൽ വന്നിരുന്ന് പെണ്ണ് അലറി. ഉറക്കത്തിൽ നിന്നും തേജു ചാടി എണീറ്റു. എന്താടി പിശാശെ, പേടിപ്പിക്കുന്നോ? എനിക്ക് വിശക്കുന്നു. എന്തോന്ന്? വയറ് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. കമലയുടെ ദയനീയമായ ഭാവത്തോടുള്ള പറച്ചിൽ കേട്ട് തേജു അവളെ നോക്കി. പനിയായത് കാരണം ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ നല്ലവണ്ണം വിളിച്ചതുമാണ്. തേജു ക്ലോക്കിൽ നോക്കി. സമയം 2 ഈ നേരത്തെ എവിടെ ചെന്ന് ആഹാരം വാങ്ങിക്കും? തേജു തലയിൽ കൈവച്ചിരുന്നു. കമല അവനടുത്തേക്ക് ചേർന്നിരുന്നു. അവൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ചു. വയറിലൂടെ കൈ ചുറ്റി അവനെ വട്ടം പിടിച്ചു. അത്രയും അവശത അവൾക്കുണ്ടെന്ന് തേജുവിന് തോന്നി. തേജു തിരഞ്ഞ് കമലയ്ക്ക് അഭിമുഖമായിരുന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എനിക്ക് മനസ്സിലാകുന്നില്ല കമല നിന്നെ. അവൻ്റെ ശബ്ദത്തിലെ പ്രണയം തിരിച്ചറിഞ്ഞ് കമല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയത്തിൻ്റെ അലകടൽ തേജുവിൻ്റെ കണ്ണുകളിൽ തിരതല്ലി. എനിക്കിഷ്ടമാണ് നിങ്ങളെ ഒരുപാട്. പക്ഷെ പേടിയാണ്. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം എൻ്റെ നഷ്ടങ്ങളാണ്. നിങ്ങളും അതുപോലെ നഷ്ടമായാൽ പിന്നെ കമലയില്ല. എൻ്റെ പ്രാണനാണ്, എൻ്റെ പ്രണയമാണ്. മനസ്സലറി കരഞ്ഞു കമലയുടെ. കണ്ണുനീർ പൊട്ടി ഒഴുകി. ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് ബെഡിലേക്ക് കിടന്നു. എനിക്കറിയാം കമലെ നിൻ്റെ ഭയത്തെ. അതെല്ലാം ഞാൻ പതിയെ മാറ്റിയെടുക്കും. എന്നിട്ട് നിന്നിൽ ഞാൻ എൻ്റെ പ്രണയം നിറയ്ക്കും. അവൾക്ക് ഇപ്പോൾ ആവശ്യം സമാധാനമാണ്. തേജു ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ലോക്ക് ചെയ്തു.
ഇനിയും സമയമുണ്ട് നേരം പുലരാൻ. പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ കമലയ്ക്ക് സാധിക്കില്ല. ഇപ്പോൾ തന്നെ വിശപ്പും അവശതയും ഏറെയാണ് അവൾക്ക്. തേജു സെക്കൻഡ് ഫ്ലോറിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി. റിസപ്ഷനിലെത്തുമ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റ് മാത്രമേ ഉള്ളൂ. അവൾ ടേബിളിൽ തലവച്ചുറക്കമാണ്. എക്സ്ക്യൂസ് മീ പ്ലീസ്. റിസപ്ഷനിസ്റ്റ് ഞെട്ടി ഉണർന്നു. തേജു അവൻ്റെ ആവശ്യം അവരെ അറിയിച്ചു. സർ, 3 മണിയാകുമ്പോൾ ഇവിടെ കിച്ചൺ ഓപ്പൺ ആവും. ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം കിച്ചൺ ടീമിനെ കണക്ട് ചെയ്തു. അപ്പോഴേക്കും അപ്പുറത്തു നിന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചു. സാർ, ഇവിടെ കുറച്ച് ഐറ്റംസ് ആയിട്ടുണ്ട്. എനിക്ക് ടോസ്റ്റഡ് ബ്രെഡും ഓംലേറ്റും മതി. പിന്നെ 2 കോഫി. സാർ പൊയ്ക്കോളൂ, റൂമിലെത്തിക്കാം. തേജു മുറിയുടെ വാതിലിന് മുന്നിലെത്തുമ്പോൾ വാതിൽക്കൽ ആരോ തത്തിക്കളിക്കുന്നു. നോക്കുമ്പോൾ ജോർജാണ്. കീഹോളിലൂടെ നോക്കുവാണ് റൂമിനുള്ളിലേക്ക്. അവൻ്റെ ചുറ്റിക്കളികൾ അറിയാമെങ്കിലും ഇതുവരെ പ്രതികരിച്ചില്ല. വന്ന അന്നു തന്നെ അവൻ കമലയെ നോക്കിയ നോട്ടം തേജു ഓർത്തെടുത്തു. ശബ്ദമുണ്ടാക്കാതെ പതിയെ നടന്ന് ഡോറിനടുത്തെത്തി. ജോർജിൻ്റെ ടീഷർട്ടിൽ വലിച്ചു തൂക്കിയെടുത്ത് ചുമരിൽ ചേർത്ത് നിർത്തി. കവിളിൽ കുത്തിപ്പിടിച്ചു. വന്ന അന്ന് തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടിരിക്കുന്നതാണ്. നോക്കി നോക്കി നീ എൻ്റെ പെണ്ണിനെ നോക്കാൻ തുടങ്ങിയോ? ഓഫീസിൽ നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടും അതിനൊന്നും പ്രതികരിക്കാതിരുന്നത് അതൊക്കെ പുറത്തു നടക്കുന്ന കാര്യങ്ങളാണ്, നിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നീ കൊത്തി കൊത്തി മരത്തിൽ കയറി കുത്തുന്നോ? അവൻ്റെ കവിളിലടിക്കാനായി കൈ ഉയർത്തി. അത് വേണ്ട. ഇതാരെങ്കിലും കണ്ടാൽ നിനക്ക് എന്ത് പറ്റിയതാണെന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ജോർജിൻ്റെ വയറ്റിൽ മുട്ടുകാല് കയറ്റി നാടും പുറത്തു നോക്കി 3-4 പഞ്ചായിരുന്നു. അലറി വിളിച്ച് ആളെ കൂട്ടിയാൽ നാണക്കേട് നിനക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിക്കോട്ടെ. ഇനി എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ മണപ്പിച്ച് നടന്നാൽ തേജസ് വർമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. കിട്ടിയത് ചൂടോടെ വാങ്ങിച്ച് കെട്ടി ജോർജ് വേഗം അവിടെ നിന്ന് മാറി. ഡോർ തുറന്ന് തേജു അകത്തേക്ക് കയറുമ്പോൾ കമല ബാത്റൂമിൽ വൊമിറ്റ് ചെയ്യുന്ന ഒച്ച കേട്ടു. തേജു ഡോറിൽ മുട്ടി. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ കമല വേച്ചു പോകുന്നുണ്ടായിരുന്നു. തേജു അവളെ താങ്ങി പിടിച്ചു. അവൾ തേജുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ തോളിലേക്ക് തല ചേർത്ത് പിടിച്ചു. ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് ഫോം ചെയ്തതാണ്. പറഞ്ഞു തീർന്നതും ഡോറിൽ മുട്ട് കേട്ടു. തേജ് കമലയെ ബെഡിലിരുത്തി ഡോർ തുറന്നു. റൂം ബോയ് കയ്യിൽ ഭക്ഷണവുമായി നിൽക്കുന്നു. തേജസ് ഭക്ഷണം വാങ്ങി ഡോർ ലോക്ക് ചെയ്തു. ബെഡിലിരിക്കുന്ന കമലയുടെ അടുത്തേക്ക് ഭക്ഷണവുമായി എത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാതെ എടുത്ത് കഴുകി പെണ്ണെ. ഉറങ്ങിക്കിടന്ന റിസപ്ഷനിസ്റ്റിനെ വിളിച്ചുണർത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് പൊന്നുമോൾ പെട്ടെന്ന് എടുത്ത് കഴിച്ചേ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പകുതിയും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തേജും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരിക്കും എന്ന കാര്യം ഓർത്തത്. കമല കഴിക്കുന്നതോടൊപ്പം തന്നെ തേജുവിൻ്റെ വായിലേക്കും ഓരോ പീസ് വെച്ച് കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കോഫിയും കുടിച്ച് ടിഷ്യൂ എടുത്ത് വാ തുടച്ച ശേഷം കമല ബെഡിൽ ചാടി കയറി കിടന്നു. ബാത്റൂമിൽ പോയി തിരികെ വന്ന തേജു കാണുന്നത് ബെഡിനുള്ളിൽ പുതച്ചു കിടക്കുന്ന കമലയെയാണ്. ആഹാ, കൊള്ളാമല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വായ കഴുകുന്ന സ്വഭാവം കമല കൊച്ചിനില്ലല്ലേ? കമല തേജുവിനെ നോക്കി ഭംഗിയായി എളിച്ച് കാണിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് പോയി വായ കഴുകി വന്നു. ഇന്ന് മാത്രമാണോ അതോ എന്നും ഇങ്ങനെ തന്നെയാണോ? തേജ് കളിയാക്കലോടെ ചോദിച്ചു. ഞാൻ എന്നും നന്നായി ബ്രഷ് ചെയ്യും. കമല ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു. അത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഇന്നിപ്പോൾ കണ്ടില്ലേ? എനിക്ക് തന്നെ വിശ്വസിപ്പിക്കാൻ നേരമില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്തായാലും വിശ്വസിച്ചല്ലേ മതിയാകൂ. കാരണം ഞാൻ കെട്ടിപ്പോയില്ലേ. പല്ലുതേപ്പും കുളിയുമൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ വിശ്വസിക്കാതെ പറ്റില്ല. താൻ വിശ്വസിക്കേണ്ടടോ. ഇനി ഞാൻ കുളിക്കാനും പല്ല് തേക്കാനും പോകുമ്പോൾ തന്നെ കൂടി കൊണ്ടുപോകാം. നേരിട്ട് കാണുമ്പോൾ തനിക്ക് അതൊക്കെ വിശ്വാസമാകും. അത് ശരിയാണ്. എന്ത് കാര്യവും നമുക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. വിശ്വസിപ്പിക്കാം. തേജ് കമലയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അല്ല, വിശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ അല്ലേ? കമല നെട്ടിത്തിരിഞ്ഞു. എന്തുവാ? കുളിക്കുമെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ? ഇനി കുളിക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടുമല്ലോ അല്ലേ? തേജുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ കമലയുടെ 2 കണ്ണും തള്ളി പുറത്തേക്ക്. കണ്ണും തള്ളി ചുണ്ടും കൂർപ്പിച്ച് നോക്കുന്ന പെണ്ണിൻ്റെ ചുണ്ടിൽ തേജു ഞരടി വിട്ടു. ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ ഒന്നുകൂടി ചുവന്നു തൊടുത്തു. തേജു കമലയെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. ഇനിയും എന്തിനാ കമല നീ ഈ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത്? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നിൻ്റെ ഈ കണ്ണുകൾ കാട്ടിത്തരുന്നുണ്ടല്ലോ. എന്നോടുള്ള പ്രണയം മുഴുവനും ഈ കണ്ണുകളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാ? നമുക്കിനി സ്നേഹിച്ചൂടെ? പറയാതെ മാറ്റിവെച്ചിരിക്കുന്ന പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം പറഞ്ഞു തീർക്കാം. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. കമലയുടെ കണ്ണുകളിൽ തേജു നിറഞ്ഞു നിന്നു. അകത്തി മാറ്റാൻ നോക്കിയിട്ടും ആ സ്നേഹം തന്നിലേക്ക് ചുറ്റും ഇങ്ങനെ പ്രഭാവലയം പോലെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇനിയും അത് കണ്ടില്ലെന്ന് നടിച്ച് പിന്മാറി നിൽക്കാൻ കഴിയില്ല. ഒരു നോട്ടം കൊണ്ട് പോലും തേജുവിനെ ആരും സ്വന്തമാക്കുന്നത് സഹിക്കാൻ കഴിയില്ല.
അങ്ങനെയുള്ളവനെയാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. തലച്ചോറിനുള്ളിൽ വിവിധ ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും കമലയുടെ ശരീരം അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നു. അവനിൽ നിന്നും അടർന്നു മാറാൻ മനസ്സനുവദിച്ചില്ല. മുത്തശ്ശിയോട് നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് നന്നായി അറിയാം. നിനക്കെന്നെ ഇഷ്ടമാണെന്നും എനിക്കറിയാം. കമല ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു. അവളുടെ മുഖം തേജു വിരൽത്തുമ്പിനാൽ പിടിച്ചുയർത്തി. ഉറക്കക്ഷീണവും പനിയുടെ ആലസ്യവും എല്ലാം ആ മുഖത്ത് പ്രകടമായിട്ടുണ്ട്. അവൻ്റെ ചുണ്ടുകൾ കമലയുടെ കണ്ണിൽ ചുംബനപ്പൂക്കൾ തീർത്തു. കമല കണ്ണുകൾ അടച്ചു നിന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം തേജുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞു. കണ്ണുകളിൽ നിന്ന് ചുണ്ടിൽ വഴുതി മാറി കുങ്കുമവർണ്ണം തീർത്ത് അവളുടെ കവിളിൽ ചേർന്നു. കഴുത്തിടുക്കിലെ നീല ഞരമ്പിൽ അവൻ്റെ പല്ലും ചുണ്ടും ചേർന്ന് മായാജാലം തീർത്തപ്പോൾ കമല കൈ ഉയർത്തി തേജുവിൻ്റെ മുടിയിൽ കൊരുത്തു. പിന്നിലേക്ക് മലർന്ന കമലയുടെ കഴുത്ത് തേജു ഇടം കൈയിൽ ചേർത്ത് പിടിച്ചു. വലത് കൈ ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലേക്ക് കടന്നു അവളുടെ ആലില വയറിൽ പതിയെ ഞെരിഞ്ഞു. കമലയുടെ ശരീരത്തിൻ്റെ ഭാരം പകുതിയും ഇപ്പോൾ തേജുവിലായി. തേജു കമലയെ ബെഡിലേക്ക് കിടത്തി. പതിയെ അവനും കിടന്നു. അവളെ മടിയിലിരുത്തി ചുണ്ടുകളുടെ സ്ഥാനം മാറിയപ്പോൾ കമല ഏക്കത്തോടെ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. തേജു അവളെ ബലമായി പിടിച്ചിരുത്തി. എന്തേ? അവളുടെ വിറയാർന്ന ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. കമല മുഖം പൊത്തിപ്പിടിച്ചു. എൻ്റെ കമല കൊച്ചേ, ഈ നാണം ഇത് സഹിക്കാൻ പറ്റില്ല. പേടിക്കണ്ട, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഈ സിംഗപ്പൂരിൽ വെച്ച് വേണ്ട. അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബെഡ്റൂമിൽ. പക്ഷേ അതുവരെ ഇടയ്ക്ക് കമലക്കൊച്ചെന്നെ സ്നേഹിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. പാൽപ്പായസം മുന്നിൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറ്റുമോ? തേജുവിൻ്റെ കൈകൾ പതിയെ ഇഴിഞ്ഞ് അവളുടെ പൊക്കിൾ ചുഴിയിൽ അമർന്നതും കമല ഏക്കത്തിൽ തേജുവിൻ്റെ കൈയിൽ കടന്നു പിടിച്ചു. മുഖമുയർത്തി അവളെ നോക്കുമ്പോൾ പെണ്ണ് നാണത്തിൽ ചുവന്നുപോയി. അവൾ മുഖം തേജുവിൻ്റെ കഴുത്തിൽ ഒളിപ്പിച്ചു. തേജുവിൻ്റെ ചുണ്ട് അവളുടെ കഴുത്തിൽ പതിഞ്ഞു. പൊക്കിൾ ചുഴിയിൽ നിന്നും കൈ മുകളിലേക്ക് ഇരച്ചു കയറി അവളുടെ മാർദ്ദവങ്ങളിൽ പതിയെ ഞെരിഞ്ഞു. സുഖമുള്ള അനുഭൂതിയിൽ അവൾ അവൻ്റെ കഴുത്തിൽ ചുണ്ടു ചേർത്തു. ഇരു കൈയാൽ തേജുവിനെ അമർത്തിപ്പിടിച്ചു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തേജു നോക്കുമ്പോൾ കമല അവനെ അമർത്തിപ്പിടിച്ചിരിപ്പാണ്. തേജു അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി ബെഡിൽ കിടത്തി. പെണ്ണ് കണ്ണുകളടച്ച് കിടപ്പാണ്. ബെഡ്ഷീറ്റ് മൂടി ഡോറിനടുത്തേക്ക് നീങ്ങി. അപ്പോഴേക്കും കമല ഒരു വശം ചരിഞ്ഞു കിടന്നു. ഡോർ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ മാധവേട്ടനും ശ്രദ്ധയും. എങ്ങനെയുണ്ട് സാർ മോക്ക്? പനി കുറവുണ്ടോ? അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. രാത്രിയിൽ ടെമ്പറേച്ചർ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ ഉറക്കമാണ്. മോളുടെ വിവരം എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി വന്നതാണ്. പിന്നെ മാധവേട്ട, ഇന്ന് മീറ്റിംഗ് ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം പുറത്തു പോകണമെങ്കിൽ പോകാം. റിസപ്ഷനിൽ ഞാൻ പറഞ്ഞതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ഗാർഡ് നിങ്ങൾക്കൊപ്പം വന്ന് എല്ലായിടവും കാണിച്ചു തരും. ഞാൻ കൂടി വരാമായിരുന്നു, പക്ഷേ കമലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തനിച്ചാക്കാൻ പറ്റില്ല. എന്തു പറ്റിയെന്നറിയില്ല. സിംഗപ്പൂരിലെ കാലാവസ്ഥയുടെ കുഴപ്പമാണോ എന്തോ. നമ്മുടെ ജോർജിനും സുഖമില്ല, ശരീരവേദന. മാത്രമല്ല ശരീരത്തിൽ ചെറുതായി നീരുമുണ്ട്. മാധവേട്ടൻ പറയുമ്പോൾ തേജു ഒന്നും മിണ്ടാതെ നിന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എന്നാൽ പോകാൻ നോക്ക്. ഡോർ ലോക്ക് ചെയ്ത് തേജ് തിരികെ വന്ന് കമലയുടെ അടുത്തേക്ക് കിടക്കുമ്പോൾ പെണ്ണ് ചുരുണ്ടുകൂടി നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു. തലേ ദിവസത്തെ ഉറക്കക്ഷീണമുണ്ടായിരുന്നത് കാരണം രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങി. തേജു ഉണരുമ്പോൾ അടുത്ത് കമലയില്ല. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടു. തേജു പില്ലോയും കെട്ടിപ്പിടിച്ച് അല്പനേരം കൂടി കിടന്നു. അപ്പോഴേക്ക് അച്ചമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിലെത്തി. മോനെ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് നിന്നോടത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. നീ അത് മനസ്സിലാക്കി പെരുമാറണം. സിംഗപ്പൂരിൽ നിന്ന് നിങ്ങൾ തിരികെ വരുമ്പോൾ ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചിരിക്കണം. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അതാണ്, നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ. കുളി കഴിഞ്ഞ് ഡ്രസ്സും മാറി കമല ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. തേജു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലയിൽ ടവൽ ചുറ്റി വെച്ചിട്ടുണ്ട്. കണ്ണാടിക്ക് മുന്നിൽ വന്ന് ചാഞ്ഞും ചരിഞ്ഞും നോക്കുന്നു. കണ്ണാടിയിൽ കൂടി കണ്ട കഴുത്തിലെ ചുവന്ന പാടുകളിൽ കൂടി കമലയുടെ വിരലുകൾ പതിയെ ചലിച്ചു. ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ശരീരത്തിന് കുളിരും. അപ്പോഴേക്കും തേജു എഴുന്നേറ്റ് വന്ന് അവൾക്ക് പിന്നിൽ നിന്നു. ഇന്നലെ രാത്രിയിൽ പനിച്ച് വിറച്ച് കിടന്നവളാണ് എഴുന്നേറ്റ് കുളിച്ചിരിക്കുന്നത്. നിന്നോട് ആരാ കമല പറഞ്ഞത്? തല നനയ്ക്കാൻ. അവൻ്റെ ദേഷ്യത്തിലുള്ള ചോദ്യം കേട്ടപ്പോൾ കമലയുടെ മുഖം വാടി. എടാ, ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചാണ് പെട്ടെന്നുള്ള പനിക്ക് കാരണം. ഇന്നലെ ഇത്രയും ടെമ്പറേച്ചർ കൂടിയിരുന്നിട്ട് ഇന്ന് കുളിക്കണമായിരുന്നോ? ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ, സോറി. അവളെയും ചാരി നിന്നുകൊണ്ട് കമല പറഞ്ഞു. 1 മാസം വളരെ വേഗം കടന്നുപോയി. ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു പിണക്കവും പരിഭവവുമായി ഈ തേജുവും കമലയും. സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും ബിസിനസ് മീറ്റുകളെല്ലാം അവസാനിപ്പിച്ചു. എല്ലാ കമ്പനികളെയും വിളിച്ചു ചേർത്ത് വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 കമ്പനികളിൽ ഒന്ന് തേജസ് വർമ്മയുടേതായിരുന്നു. ലാസ്റ്റ് ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഭംഗിയായി ഒരുങ്ങി ഇറങ്ങി.
കമല ഫംഗ്ഷന് വേണ്ടി ഉടുക്കാൻ റെഡും ബ്ലാക്കും ചേർന്ന സ്റ്റോൺ വർക്കുള്ള സാരിയാണ് തിരഞ്ഞെടുത്തത്. സാരി ഉടുത്ത് ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണെടുക്കാതെയുള്ള നോട്ടം അവളിലായിരുന്നു. അവളുടെ ഉടലളവുകൾ എടുത്ത് കാണത്തക്ക രീതിയിലുള്ള ഒരു സാരിയായിരുന്നു അത്. അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ തേജുവിന് അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ഡീ പെണ്ണേ, നീ ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നാൽ ഇന്ന് പാർട്ടിയിലെ മുഖ്യ അട്രാക്ഷൻ നീ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ജോർജ് ഒരു വായി നോക്കിയാണ്. ഇടയ്ക്ക് ഞാൻ അവനൊരു ഡോസ് കൊടുത്തു, അതുകൊണ്ടാണ് അവൻ അടങ്ങി നിൽക്കുന്നത്. ഇന്നിനി അവൻ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ എന്നെ കുറ്റം പറയരുത്. കാരണം എൻ്റെ കമല കൊച്ചിനെ ഇങ്ങനെ ഈ വേഷത്തിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ടീനയും ശ്രദ്ധയും ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധയുടെ കണ്ണുകൾ കമലയെ കണ്ട് മിഴിഞ്ഞുപോയി. ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ മാഡത്തിന്? അവൾ വേഗം കമലയുടെ അടുത്തേക്ക് ചെന്നു. റെഡും ബ്ലാക്കും ചേരുന്ന സാരിയിൽ സുന്ദരിയായിരുന്നു കമല. കഴുത്തിൽ ബ്ലാക്കും റെഡ് സ്റ്റോൺ വെച്ച സിമ്പിൾ നെക്ലസ്, വലത് കൈയിൽ 2 കളറും മിക്സ് ചെയ്ത് ബ്രേസ്ലെറ്റും ഇടം കൈയിൽ വാച്ചും. ടീനയ്ക്ക് അസൂയ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കമലയുടെ മുമ്പിൽ ഒന്നുമല്ലല്ലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. വണ്ടിയിൽ കയറിയത് മുതൽ മുഖം വീർപ്പിച്ചിരിക്കുക എന്ന ടീനയെ മാധവേട്ടനും ശ്രദ്ധയും പരിഹസിച്ച് ചിരിച്ചു. എന്തിനാ നീ ആ പാവം കൊച്ചിനോട് ഈ ശത്രുത കാണിക്കുന്നത്? നമ്മുടെ ബോസിൻ്റെ വൈഫല്ലേ ആ പാവം. നിന്നോടൊന്നിനും വന്നില്ലല്ലോ. എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല മാധവേട്ട. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊരു പഴഞ്ചൊല്ലില്ലേ? ഇവളുടെ കാര്യത്തിൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി നടക്കുന്ന ഹാളിൽ മുഴുവൻ കമ്പനി ഓണേഴ്സും സ്റ്റാഫും. എല്ലാ പേരും നല്ല ഹൈ ക്ലാസ്. തേജുവും ഗ്യാങ്ങും ചെന്നിറങ്ങുമ്പോൾ എല്ലാവരും അവരെ തന്നെ നോക്കുന്നു. തേജുവിൻ്റെ കയ്യിൽ കൈകുരത്ത് വരുന്ന കമലയിലാണ് എല്ലാവരുടെയും നോട്ടം. ഫംഗ്ഷൻ തുടങ്ങി. എല്ലാവരും DJ പാർട്ടിയിലും ഡാൻസിലുമാണ്. കമല ശ്രദ്ധയുടെയും മാധവേട്ടൻ്റെയും ഒപ്പം. തേജു ഇടയ്ക്കിടയ്ക്ക് കമലയെ ശ്രദ്ധിക്കുന്നുണ്ട്. ആള് ഭയങ്കര ഹാപ്പിയാണ്. ഫംഗ്ഷൻ ഏകദേശം കഴിയാറായി. എല്ലാവരും കൂടിയപ്പോൾ അല്പം ഡ്രിങ്ക്സ് കഴിക്കേണ്ടി വന്നു. കമലയും ചെറുതായി കഴിച്ചു. പക്ഷെ ആൾ ഓഫായിപ്പോയി. വളരെ പണിപ്പെട്ടാണ് തേജു അവളെ മുറിയിലെത്തിച്ചത്. ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പെണ്ണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. സാരി ഫുൾ അഴിച്ചു മാറ്റി ബെഡിലിട്ടിട്ടുണ്ട്. ബ്ലാക്ക് അണ്ടർസ്കർട്ടും ബ്ലാക്ക് ബ്ലൗസും അവളുടെ വെളുത്ത ശരീരത്തിൽ ചേർന്ന് കിടക്കുന്നു. അലമാരയിൽ നിന്ന് നൈറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഇരുന്ന ഡ്രസ്സും സകലതും തള്ളിമറിച്ചിട്ടിരിക്കുകയാണ്. ബ്ലൗസിൻ്റെ ഹുക്ക് വലിച്ചിളക്കാൻ നോക്കുന്നു. കുറച്ചു നേരത്തേക്ക് അവളുടെ ചേഷ്ടകൾ നോക്കി നിന്നു. എടോ തേജസ്വർമ്മ, താനേ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ ഞാൻ? തനിക്കൊന്നെന്നെ സഹായിച്ചുകൂടെ? അതിനാണ് വരുന്നത്, പക്ഷേ എന്താകുമെന്നറിയില്ല. തേജു പറഞ്ഞുകൊണ്ട് കമലയുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുന്നിൽ നിന്നപ്പോൾ പെണ്ണ് 2 കൈയും അവൻ്റെ തോളിൽ വെച്ചു. മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവളുടെ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. നാവുകൊണ്ട് ചുണ്ട് തഴുകി വിട്ടു. ഇവളെന്നെ വഴി തെറ്റിക്കും. കമലെ, നീ അടങ്ങി നിൽക്ക്, എങ്കിലേ എനിക്ക് തഴിച്ചു തരാൻ പറ്റൂ. ഓക്കെ ബേബി. അവൾ 2 കൈയും ഇടുപ്പിൽ കുത്തിവെച്ച് തല ചരിച്ചു വെച്ച് തേജുവിനെ നോക്കി. അവളുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ തേജുവിന് ചിരി വന്നു. അവൻ ഒരുവിധം ബ്ലൗസിൻ്റെ ഹുക്ക് അഴിച്ചു മാറ്റി. തേജു പിന്തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറാൻ പോയതും കമല അവനെ പിടിച്ചു നിർത്തി. ഇതൊന്ന് ഇട്ട് തന്നേച്ചു പോയേ. തേജു നോക്കുമ്പോൾ ബ്ലൗസ് നിലത്ത് കിടക്കുന്നു. ഒന്നേ നോക്കിയുള്ളൂ. ഇവളെന്നെ, നീ ഇതെന്താ കാണിക്കുന്നേ? ഇതിടാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കാമോ തേജേട്ടാ? ആഹാ, 2 അകത്ത് പോയപ്പോൾ പെണ്ണിന് ബഹുമാനം കൂടുന്നു. അവൻ നൈറ്റ് ഡ്രസ്സ് അവളെ ഇടിയിച്ചു. തേജ് ഡ്രസ്സ് മാറാൻ നോക്കുമ്പോൾ അവൾ അവനെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവനെ കിടത്തി അവൻ്റെ നെഞ്ചത്തേക്ക് വീണ് അവൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചു. എനിക്ക് വേദനിക്കുന്നു. നെഞ്ചിൽ കിടന്നുകൊണ്ട് ഏന്തി വലിഞ്ഞ് അവൻ്റെ ചുണ്ടിലും കവിളിലും നെറ്റിയിലും ചുംബിച്ചു അവൾ. അവളുടെ മാർദ്ദവങ്ങൾ അവൻ്റെ നെഞ്ചിലമർന്നതും അവനിൽ പൊതുവികാരങ്ങളുണ്ടായി. അവൻ്റെ കൈ അവളെ വലിഞ്ഞു മുറുക്കി. എൻ്റെ ഫസ്റ്റ് നൈറ്റ് നീ സിംഗപ്പൂർ വെച്ച് തന്നെ നടത്തിക്കുമോടി? അവളെ അടിയിലാക്കി തേജു അവൾക്ക് മുകളിലേക്ക് കയറി കിടന്നു. അവളുടെ മലർന്ന ചുണ്ടിൽ തേജു തേൻ പതിയെ ചപ്പിയെടുത്തു. ചുണ്ടിൽ നിന്നും കണ്ണിലും കവിളിലേക്കും അത് മാറി. കൈകളുടെ സ്ഥാനം മാറിയതും അവൻ വേഗത്തിൽ അവളിൽ നിന്ന് മടന്നു മാറി. തേജ് കമലയുടെ ഡ്രസ്സ് നേരെയാക്കി വാഷ്റൂമിലേക്ക് പോയി. തിരികെ വരുമ്പോൾ കമല ഉറക്കത്തിലാണ്. രാവിലെ കമല ഉണരുമ്പോൾ അവൾ തേജുവിൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത്. അവളുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വസ്ത്രങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുന്നു. തലയ്ക്കുള്ളിലാണെങ്കിൽ ആകെ പരിപ്പും. തലേ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ കമലയ്ക്ക് കഴിഞ്ഞില്ല.
അവൾ വാഷ്റൂമിൽ പോയി ഫ്രഷായി തിരികെ വരുമ്പോഴും തേജു ഉറക്കത്തിലാണ്. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തേജു ഉണർന്നു. അവളെ പിടിച്ച് ബെഡിനടുത്തിരുത്തി. 2 അടിച്ചിട്ട് ഇന്നലെ എന്തായിരുന്നു പെണ്ണിൻ്റെ പ്രകടനം? ഇന്നലെ തന്നെ നീ എന്നെ വഴിതെറ്റിച്ചേനെ. നമ്മുടെ ഫ്ലൈറ്റ് രാത്രിയിലാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആകാം. ഒരുവിധം ഷോപ്പിംഗ് നടത്തി എല്ലാ പേരും. ടീനയ്ക്ക് ഷോപ്പുകൾ തോറും കയറി ഇറങ്ങിയിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞ് തേജുവും കമലയും നേരെ റൂമിലെത്തി. രണ്ടുപേരും വല്ലാത്തൊരു പരവേശവും വെപ്രാളവും ഉരുത്തിരിഞ്ഞു. വരാൻ പോകുന്ന സുന്ദര നിമിഷത്തിൻ്റെ മുന്നൊരുക്കമാണിതെന്ന് രണ്ടുപേർക്കും അറിയാം. പരസ്പരം കാണുമ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. തേജു കമലയുടെ പ്രവൃത്തികൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. വാഷ്റൂമിൽ നിന്നിറങ്ങുമ്പോൾ തേജു കമലയുടെ മുന്നിൽ വന്ന് നിന്നു. എന്താണ് എൻ്റെ കൊച്ചിനൊരു നാണം? നാണമോ? കമലയ്ക്കോ? തേജസ് വർമ്മയ്ക്ക് ആറിൽ മാറിയതാണ്. കമലയും വിട്ടുകൊടുത്തില്ല. ആണോ? എനിക്ക് തോന്നിയതാണോ? തേജു അവൾക്കടുത്തേക്ക് 2 അടി വെച്ചപ്പോൾ കമല പിന്നിലേക്ക് നീങ്ങി. അവൻ്റെ നിശ്വാസം പതിഞ്ഞ ഉടൽ ചെറുതായി വിറകൊള്ളുന്ന പോലെ കൈകൾ തഴുകിയ മേനിയിൽ വല്ലാത്തൊരു കുളിര്. കമല നടന്ന് ചുമരിൽ മുട്ടി നിന്നു. തേജു അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ ലോക്കിട്ട് നിർത്തി. പിന്നെന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? എന്നെ കാണുമ്പോൾ എന്തിനാ ഈ ഒഴിഞ്ഞുമാറ്റം, പതർച്ച? അവളുടെ ചുവന്നു തൊടുത്ത കവിളിൽ തേജു വിരലോടിച്ചു. ചുണ്ടിനെ ഞരടി. അവൾ ഉമിനീരിറക്കി. ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ? തേജു അവളുടെ വയറിൽ കൈ ചേർത്ത് തൻ്റെ ശരീരത്തോടടുപ്പിച്ചു. ഒരുപാട് സമയമില്ല. വേഗം റെഡിയായി വാ, നമുക്ക് എയർപോർട്ടിൽ പോകണ്ടേ? പിന്നെ ഇന്ന് ഞാൻ തരുന്ന ഈ കൺസിഡറേഷൻ നാളെ ഉണ്ടാവില്ല. ഇത്രയും നാൾ ഞാൻ തരാതെ മാറ്റിവെച്ച, അല്ല, എന്നെക്കൊണ്ട് തരാൻ അനുവദിക്കാത്ത സ്നേഹം ഞാൻ നാളെ തരും. അപ്പോൾ ഒഴിഞ്ഞു മാറരുത്. എന്നെ നിരാശനാക്കരുത് മോളെ. അവളെ ചേർത്ത് പിടിച്ച് കഴുത്തിൽ ചുണ്ടു ചേർത്ത് നാവുകൊണ്ടൊഴിഞ്ഞ് ചെറുതായി പല്ലിറക്കി തേജസ് പറഞ്ഞു. കമല ചുണ്ട് കടിച്ചു പിടിച്ച് തേജുവിൻ്റെ മുടിയിൽ പിടിച്ചു തന്നോട് ചേർത്തു. ഒരു നിമിഷം രണ്ടുപേരും അങ്ങനെ നിന്നു. ഒടുവിൽ തേജു തന്നെ അവളിൽ നിന്നും അകന്നു മാറി. തൻ്റെ പ്ലാനൊന്നും വേണ്ട വിധം വർക്കൗട്ടാകാത്തതിൻ്റെ നിരാശ മുഴുവനും ടീനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം അവരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു. കുറച്ച് ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ കമലയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ ശ്രദ്ധയ്ക്കും മാധവേട്ടനും എല്ലാവർക്കും മനസ്സിലായി. സ്വന്തം കുടുംബത്തിലെ കുഞ്ഞിനെ പോലെ അത്രയും അടുപ്പമായി കമലയുമായി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എല്ലാവരെയും ചെക്കിങ് കഴിഞ്ഞിറങ്ങി. എല്ലാവരും തിരികെ എത്താനുള്ള സൗകര്യം ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. രാത്രിയിലേറെ വൈകിയാണ് തേജുവും കമലയും വീട്ടിലെത്തിയത്. പക്ഷെ നേരത്തെ അറിയിച്ചിരുന്നത് കൊണ്ട് എല്ലാവരും ഉറങ്ങാതെ കാത്തിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ വിശേഷം പങ്കിടുന്ന കമലയെ കണ്ടപ്പോൾ മാലതിയുടെയും അച്ചമ്മയുടെയും മനസ്സ് നിറഞ്ഞു. സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേജിലേക്ക് നീളുന്ന അവളുടെ നോട്ടം മതിയായിരുന്നു അവർ തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കാൻ. കാറും കോളും മാറി തെളിഞ്ഞ ആകാശം പോലെയായി ഇരുവരുടെയും മനസ്സ്. മതി സംസാരം, ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. രണ്ടുപേരും ഫ്രഷായി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഇനി വിശദമായി സംസാരിക്കാം. രാവിലെ രണ്ടുപേരും ഫ്രഷായി ഇറങ്ങി വരുന്നത് കണ്ട് മാലതി നോക്കി നിന്നു. എവിടേക്കാ മക്കളെ രാവിലെ? ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാമമ്മേ. പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. തേജു പറയുമ്പോൾ അച്ചമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾ കമലയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാം. അച്ചമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ അത് കേട്ടപ്പോൾ സന്തോഷമായി. അത് നന്നായി മക്കളെ, പോയി വാ, അച്ചമ്മ പറഞ്ഞു. അത് തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കമലയ്ക്ക് നന്ദി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നല്ലൊരു കുടുംബവും ജീവിതവും അവൾക്ക് കിട്ടിയതിൽ. അറിയാതെ 2 തുള്ളി കണ്ണുനീർ ഊർന്നു വീണു. നെറ്റിയിൽ തണുപ്പ് പതിഞ്ഞതും കണ്ണു തുറന്നു. നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുന്ന തേജു ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി ഒരു നുള്ളു സിന്ദൂരം അവളുടെ നെറ്റിയിൽ ചാർത്തി. വീടിന് മുന്നിൽ കാർ ചെന്ന് നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മർത്ത് തന്നെ നിൽപ്പുണ്ട്. കാറിൽ നിന്നിറങ്ങുമ്പോൾ അവർക്കായി കരുതിയിരുന്ന പാക്കറ്റ് കൂടി കയ്യിലെടുത്തു. കുറച്ചു നേരം തേജു അച്ഛനുമായി സംസാരിച്ചിരുന്നു. മോനെ, കുറച്ച് എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. അവളൊരു പാവമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്താൽ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. സ്വന്തമായി ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന സാമർത്ഥ്യക്കാരിയാണ്. പക്ഷെ ആള് പാവമാണ്. എന്നെയും അവളെയും പിരിയുന്നതിൻ്റെ സങ്കടം ഒരുപാടുണ്ടായിരുന്നു. അതാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കറിയാം അച്ഛാ. ഇപ്പോൾ അവളെ അച്ഛൻ വിഷമിക്കണ്ട. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കുറച്ചു നേരം കൂടി അവിടെ സംസാരിച്ചിരുന്നു. ഉച്ചയോടുകൂടി തിരികെ വീടെത്തി. തേജു കമലയെ വീട്ടിലാക്കി പുറത്തേക്ക് പോയി. കമല അസ്വസ്ഥതയോടെ വെരുകിനെ പോലെ ചുറ്റിത്തിരിഞ്ഞ്. മാലതിയും അച്ചമ്മയും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാലതി, ഇന്ന് മോളെ നന്നായി അണിയിച്ചൊരുക്കണം. അവർ ജീവിതത്തിലേക്ക് കടക്കുന്ന ദിവസമാണിന്ന്.
മാലതി അമ്മയെ നോക്കി ചിരിച്ചു. നമ്മൾ ആഗ്രഹിച്ച ജീവിതം അവർ ആരംഭിക്കുകയാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ. തേജു ലേറ്റായിട്ടാണ് വന്നത്. കമല ആദ്യം അതിൻ്റെ പിണക്കം കാണിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അത് മാറി. കിടക്കാൻ പോകും മുമ്പ് അമ്മയും അവളെ അണിയിച്ചൊരുക്കി. ഇതൊക്കെ എന്തിനാ അച്ചമ്മേ? വേണം, ഞങ്ങളുടെ സന്തോഷത്തിന്. മാലതി കയ്യിൽ കൊടുത്ത പാൽ ഗ്ലാസുമായി കമല മുകളിലേക്ക് പോയി. മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ കണ്ടു ബെഡിൽ കണ്ണുമടച്ച് മുകളിൽ കൈയും വെച്ച് കിടക്കുന്ന തേജുവിനെ. ഇത്രയും പെട്ടെന്ന് ഉറങ്ങിപ്പോയോ എന്ന ചിന്തയോടുകൂടി ഡോർ ലോക്ക് ചെയ്ത് പാൽ ഗ്ലാസുമായി അവന് മുന്നിൽ വന്നു. 1-2 തവണ മുരടനക്കി നോക്കിയെങ്കിലും പ്രതികരണമൊന്നുമില്ലാതെ ആയപ്പോൾ ആൾ ഉറങ്ങിയെന്ന് മനസ്സിലായി. മുഖത്ത് വിരിഞ്ഞ ദേഷ്യം പാൽ ഗ്ലാസ്സിൽ തീർത്തു. ഒറ്റ വലിക്ക് മുഴുവൻ പാലും അകത്താക്കി. ചുണ്ടും തുടച്ച് ബെഡിൽ വന്ന് കിടന്ന് ലാമ്പ് ഓഫ് ചെയ്തു. ഒരു വശം ചരിഞ്ഞു കിടന്നു. എന്തുകൊണ്ടോ സങ്കടം വന്നു കമലയ്ക്ക്. വിങ്ങി പൊട്ടിപ്പോകുമെന്ന് തോന്നി. ശ്വാസം വലിച്ചു വിട്ടു നേരെയാക്കി. അപ്പോഴേക്ക് ഇടുപ്പിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി. ആലോചിക്കേണ്ടി വന്നില്ല, കുടഞ്ഞെറിഞ്ഞു. അപ്പോൾ പറ്റിക്കായിരുന്നല്ലേ? തിരിഞ്ഞു കിടന്ന് 2 കൈകൊണ്ടും അവനെ തല്ലാൻ തുടങ്ങി. ഒടുവിൽ നിവർത്തിയില്ലാതെ തേജ് 2 കൈകളും പൂട്ടിട്ട് പിടിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ച് പെണ്ണിനെ ഇങ്ങനെ തല്ലി താറുമാറാക്കി നല്ലൊരു ഫസ്റ്റ് നൈറ്റ് നശിപ്പിക്കല്ലേ കമല. എന്നാലും നീ ആ പാല് മുഴുവനും ഒറ്റയ്ക്ക് കുടിച്ചു കളഞ്ഞല്ലോ കള്ളി. സാരമില്ല, അതിന് പരിഹാരമുണ്ടാക്കാം. അവൻ്റെ കൈകൾ ആവേശത്തിൽ അവളിലേക്ക് ഇഴഞ്ഞതും കമല കുതറി മാറി. ഇന്നിനി ഒഴിഞ്ഞു മാറല്ലേ മോളെ, പ്ലീസ്. ബെഡ് ലാമ്പ് കയ്യെത്തിച്ച് ഓണാക്കി തേജു. കമലയുടെ ചുണ്ടുകളിൽ തേജു ചേക്കേറി അവൻ്റേതാക്കി. ഉടലുകൾ ഒന്നാകാൻ കൊതിച്ചു. പടർന്നു കയറുന്ന മുല്ലവള്ളിയെപ്പോലെ തേജു കമലയിൽ പതിയെ പതിയെ പടർന്നു കയറി. ചുണ്ടും നാവും അവളെ പുളകം കൊള്ളിച്ചു. അവൻ്റെ കൈ പതിയുന്നിടത്തെല്ലാം 100 ചിത്രശലഭങ്ങൾ പറന്നുയരുന്നു. അവളുടെ ഉയർച്ച താഴ്ചകളിൽ അവൻ്റെ കൈകൾ തൊട്ടു തലോടി. അവളിൽ നിന്നുയരുന്ന ഞരക്കവും മൂളലും അവനിൽ ആവേശം കൂട്ടി. അവളിലെ തന്ത്രികളെ ഓരോന്നായി അവൻ ഉണർത്തിയെടുത്തു. അവൻ്റെ ചുണ്ടും നാവും ചേർന്ന് നൽകുന്ന പുതിയ കവിതകൾ അവളിൽ രചിച്ചു. ഒടുവിൽ ഇരുവരും ഒരു ശരീരവുമായി. തളർച്ചയോടുകൂടി അവൾ തേജുവിൻ്റെ മാറിലേക്ക് വീഴുമ്പോൾ കമല തേജുവിനെ അമർത്തി കെട്ടിപ്പിടിച്ചിരുന്നു പൂർണ്ണതയുടെ സംതൃപ്തിയിൽ. പുറത്ത് ചാറ്റൽ മഴയുടെ താളവും പുതുമണ്ണിൻ്റെ ഗന്ധവും നിറഞ്ഞു. കമലയുടെയും തേജുവിൻ്റെയും ജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ. ഇനിയും അതിൽ നമ്മൾ എത്തി നോക്കണ്ട. എന്നിലലിയാൻ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഈ സപ്പോർട്ടും എൻ്റെ ഒപ്പം ഉണ്ടാവണേ. സ്നേഹപൂർവ്വം രുദ്രപ്രിയ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രപ്രിയയും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.